2018 നമ്മുടെ സംസ്ഥാനത്തുണ്ടായ പ്രളയത്തിന്റെ കുറച്ച് ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ച ഒരു കാലം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്കതിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണാം. ഒരുപാട് നന്മയുള്ള മനുഷ്യരെ നമ്മൾ അറിഞ്ഞത് ഈ ഒരു പ്രളയത്തോടു കൂടിയാണ്. നമ്മുടെ യുവതലമുറ അവർ മൊബൈൽ ഫോണിൽ കളിച്ച് സമയം കളയുമെന്ന് പറയുമ്പോഴും അവരുടെ നന്മയും നമുക്ക് കാണാൻ പറ്റി. അതുപോലെ ഒരുപാട് പേർ, പോലീസാണെങ്കിലും പട്ടാളക്കാരാണെങ്കിലും എല്ലാവരും. അതുമാത്രമല്ല, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാം മറന്നുകൊണ്ട് നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഇത് ഒരു നന്മയാണ്. ഈ നന്മകളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ കുറിച്ച് കൂടെ പറയണം. നമ്മുടെ ഫിഷർമെൻ അഥവാ നമ്മുടെ മീൻപിടുത്തക്കാർ. ഒരു പക്ഷെ അവരില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സ്വന്തം ജീവൻ പണയം വച്ച് നമ്മളെ രക്ഷിക്കാൻ ഇറങ്ങിയ അവർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 66, കേരള ഫ്ലഡ്സ്, സ്റ്റോറീസ് ഓഫ് കറേജ് ആൻഡ് കൈൻഡ്നസ്. ഞാൻ നന്ദു രവീന്ദ്രൻ, നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ. August 2018 was a terrifying month for Kerala. The heavy rains caused floods in many parts of the state. The media reported a lot of depressing stories during this time. However, many kind and courageous people came forward to help the victims of the flood. ഈ പ്രളയത്തിന് 2 കഥകൾ പറയാനുണ്ട്. ഒന്ന് കറേജ്, മറ്റൊന്ന് കൈൻഡ്നസ്. അതായത് ധൈര്യത്തിന്റെയും ദയയുടെയും കഥകളാണ് ഈ പ്രളയത്തിന് പറയാനുള്ളത്. ഒന്നാമത്തെ പാരഗ്രാഫ് വളരെ ചുരുക്കി ഞാൻ പറയാം. 2018 August was a terrifying month. 2018 ഓഗസ്റ്റ് ഒരു ടെറിഫയിങ് മന്ത് ആയിരുന്നു. അതായത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു മാസമായിരുന്നു നമ്മൾ മലയാളികൾക്ക്. എന്താണ് കാരണം? ഹെവി റെയിൻ, വളരെ കനത്ത മഴയുണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് കോസ്റ്റ് ഫ്ലഡ്. അത് പ്രളയത്തിന് കാരണമാക്കി. മീഡിയ റിപ്പോർട്ടഡ് വെരി സാഡ് സ്റ്റോറീസ് ഓർ ഡിപ്രസിംഗ് സ്റ്റോറീസ്. ഡിപ്രസിംഗ്, സാഡ്, വളരെ ദുഃഖിപ്പിക്കുന്ന, വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മുടെ മീഡിയ പബ്ലിഷ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? However, many kind and courageous people came forward to help the victim of the flood. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഫ്ലഡിൽ അകപ്പെട്ട അല്ലെങ്കിൽ ആ പ്രളയത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ ഒരുപാട് കറേജിയസ് ആൻഡ് കൈൻഡ് പീപ്പിൾ കെയിം. വളരെ ധൈര്യമുള്ളവരും ദയയുള്ളവരുമായ ഒരുപാട് പേർ ഇവരെ രക്ഷിക്കാൻ വന്നു. Some of the most heroic stories were about the fishing community. On August 16, a group of fishermen took 24 boats on trucks and went to Pathanamthitta, one of the worst flood-hit areas. ഇനിയാണ് നമ്മൾ റിയൽ ഹീറോസിനെ കുറിച്ച് അറിയാൻ പോകുന്നത്. അവർ ഫിഷർമാൻ, മത്സ്യത്തൊഴിലാളികൾ. അവരെന്താ ചെയ്തത്? ഓഗസ്റ്റ് 16 a group of fishermen took 24 boats on trucks and went to പത്തനംതിട്ട. പത്തനംതിട്ടയിൽ പ്രളയം വളരെയധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ വളരെ റിസ്ക് പിടിച്ച ആ ഒരു സ്ഥലത്ത് അവർ 24 ബോട്ടുകളുമായിട്ട് യാത്ര തിരിക്കുകയാണ്. ഫ്രെഡി is an old fisherman, but he was one of the first to join the rescue operations. Muthappan was another fisherman who volunteered to go. Rescuing people from the floods
was not an easy task. Most people refused to leave their homes. One of the biggest challenges they faced was snakes swimming about in the waters. The snakes would even enter our boats, but we got so used to their sight that we would tell each other, "You ignore the snakes and they will ignore you too." Let's learn about two fishermen. Freddy is an old fisherman. ഫ്രെഡി എന്നത് ഒരു ഓൾഡ് ഫിഷർമാൻ ആണ്, അതായത് പ്രായമേറിയ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഒപ്പം മുത്തപ്പൻ, അദ്ദേഹവും മത്സ്യത്തൊഴിലാളിയാണ്. ഇവരാണ് ആദ്യമായി ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതൊരു എളുപ്പമുള്ള ഒരു ടാസ്ക് ആയിരുന്നു, അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു ജോലിയൊന്നും അല്ലായിരുന്നു അവർ ഏറ്റെടുത്തത്. അനദർ തിങ്, most people refused to leave their homes. most people, ഒരുപാട് ആൾക്കാർ അവരെന്താ ചെയ്തു? അവർക്ക് റെഡി അല്ലായിരുന്നു അവർ എന്തിന്? ടു ലീവ് their home, അവരുടെ വീട് വിട്ട് പുറത്ത് പോവുക. അല്ലെങ്കിൽ അവരെ വിളിക്കാൻ വന്നപ്പോൾ, രക്ഷിക്കാൻ വന്നപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീട് വിടത്തില്ല എന്നായിരുന്നു. നെക്സ്റ്റ് is about a challenge. One of the biggest challenges they faced was snakes swimming about in the waters. അതൊരു വലിയ ചലഞ്ചായിരുന്നു. ആ വെള്ളത്തിൽ പാമ്പ് ഇഴഞ്ഞു പോവുകയായിരുന്നു. ഒരുപക്ഷെ അവരുടെ ബോട്ടിലും വെള്ളത്തിലും ചുറ്റും അവർ ഒരുപാട് പാമ്പിനെ കണ്ടു. ആൻഡ് ദേ ഡിസൈഡഡ് ടു ഇഗ്നോർ ദം. ആ പാമ്പിനെയൊക്കെ ഇഗ്നോർ ചെയ്യുക, അവഗണിക്കുക, അതിനെ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ആ പാമ്പും നമ്മളെ മൈൻഡ് ചെയ്യില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്താണ് അവർ മുന്നിലേക്ക് പോയത്. The brave fishermen rescued over 3,000 people in 3 days. They took part in these rescue activities without expecting any reward. Some of the boats used in the rescue mission were badly damaged, and sometimes these men feared for their lives. In spite of many challenges, they went on with their work and saved the lives of thousands. Social media apps like Facebook and WhatsApp also played a major role in organizing rescue operations and relief activities. The social media posts praised these fishermen as Kerala's own army. The brave fishermen rescued more than 3,000 people. അതായത് brave fishermen, അതായത് ധൈര്യമുള്ള, courage, അങ്ങനെയുള്ള ഫിഷർമെൻ എത്ര പേരെ രക്ഷിച്ചു, റെസ്ക്യൂ ചെയ്തു, അല്ലെങ്കിൽ സേവ് ചെയ്തു? മോർ ദാൻ 3,000, 3,000-ലേറെ ആൾക്കാരെ ഇവർ രക്ഷിച്ചു. വിത്തൗട്ട് എക്സ്പെക്ടിങ് എനി റിവാർഡ്. അതാണ് അവരുടെ പ്രത്യേകത. അവർ ഒന്നും ലഭിക്കാൻ വേണ്ടിയിട്ട്, ഒരു അംഗീകാരത്തിനും വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ട് ലഭിക്കുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നിനുമല്ല. ഇതൊന്നും അവർ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇതിന് വേണ്ടിയിട്ടുമല്ല അവരിവരെ എല്ലാവരെയും രക്ഷിച്ചത്. Some of their boats were badly damaged. അവരുടെ ചില ബോട്ടുകൾ എന്തു പറ്റി? അതും നശിച്ചു. Still they saved many. എന്നിട്ടും അവർ അതെല്ലാം, ആ ചലഞ്ച് എല്ലാം അവർ ഫേസ് ചെയ്ത്, എന്നിട്ടും അവർ മറ്റുള്ളവരെ രക്ഷിക്കുകയായിരുന്നു ചെയ്തത്. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവരും ഇത് ന്യൂസ് ചാനലുകളിലും പത്രത്തിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഈ കാര്യങ്ങളെല്ലാം കണ്ടതാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഇവരുടെ പ്രവൃത്തികൾ നമ്മൾ ജനങ്ങളിൽ എത്തിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ച് എന്താണ് നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫിഷർമെനിനെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? കേരളാസ് ഓൺ ആർമി, കേരളത്തിൻ്റെ സ്വന്തം സൈന്യം. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ സ്വന്തം സൈന്യത്തിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ട്, ആദരവർപ്പിച്ചുകൊണ്ട്
ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് അവസാനിപ്പിക്കാം.